ആകാശത്തേക്ക് നോക്കിയാൽ കാണാം ഓറിയോൺ കോൺസ്റ്റലേഷൻ്റെ വലത് തോളിലായി തിളങ്ങി നിൽക്കുന്ന ആ ചുവന്ന ഭീമൻ ബീറ്റിൽ ജ്യൂസ്. നൂറ്റാണ്ടുകളായി അതവിടെ തന്നെയുണ്ട്. എന്നാൽ 2019 നമ്മളൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി. ഈ നക്ഷത്രത്തിൻ്റെ വെളിച്ചം പെട്ടെന്ന് കുറയാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റ് ഡിമ്മിങ് എന്ന് വിളിച്ചത്. ശാസ്ത്രലോകം മുഴുവൻ ഒരേ കാര്യമാണ് വിശ്വസിച്ചത്. ഇതൊരു മുന്നറിയിപ്പാണ്. ബീറ്റിൽ ജ്യൂസ് മരിക്കാൻ പോവുകയാണ്. ഏത് നിമിഷവും ആകാശത്തൊരു സൂപ്പർനോവ പ്രതീക്ഷിക്കാമെന്ന് വാർത്തകൾ പരന്നു. പക്ഷേ ആ നിഗമനം തെറ്റായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടന്നതൊരു മരണമായിരുന്നില്ല. ആരും കാണാതെ ഒളിച്ചു വച്ചിരുന്ന ഒരു സൈലന്റ് പാർട്ട്ണറും ബഹിരാകാശത്ത് രൂപപ്പെട്ട ഒരു കർട്ടനും ചേർന്നുള്ള ഒരു വലിയ കോസ്മിക് ട്രിക്കായിരുന്നു അത്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. ഈ കേസ് ഫയൽ പരിശോധിക്കുന്നതിന് മുൻപ് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ബീറ്റിൽ ജ്യൂസ് വെറും ഒരു നക്ഷത്രമല്ല, അതൊരു റെഡ് സൂപ്പർ ജെയിൻ്റാണ്. ഇതിനെ നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ എന്താകും അവസ്ഥ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, എന്തിന് വ്യാഴം വരെ ഇതിനുള്ളിൽ മുങ്ങിപ്പോകും. സൂര്യനേക്കാൾ 15 മുതൽ 20 മടങ്ങ് വരെ ഭാരമുണ്ടെങ്കിലും ഇതിൻ്റെ ഭീമാകാരമായ വലിപ്പം കാരണം ഇതിൻ്റെ ഉപരിതലത്തിൽ ഗ്രാവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തെ പിടിച്ചു നിർത്താൻ നക്ഷത്രത്തിന് പലപ്പോഴും കഴിയാറില്ല. ഇതൊരു ശാന്തമായ നക്ഷത്രമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ തീർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഉള്ളിത്തൊലികൾ പോലെ പല ലെയറുകളിലായി ഹീലിയവും കാർബണും മറ്റു മൂലകങ്ങളും ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസ്ഥിരത കാരണം നക്ഷത്രം എപ്പോഴും വിറയ്ക്കുകയും, അതായത് പൾസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും തുടർച്ചയായി അതിലെ മാസുകൾ ബഹിരാകാശത്തേക്ക് ഇജക്റ്റ് ആവുകയും ചെയ്യുന്നു. പക്ഷേ 2019 അവസാനത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. പെട്ടെന്ന് ബീറ്റിൽ ജ്യൂസിൻ്റെ പ്രകാശം കുറയാൻ തുടങ്ങി. വെറും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ 60% തിളക്കം നഷ്ടപ്പെട്ടു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ആ നക്ഷത്രത്തിന് ഇത്ര വലിയൊരു ബ്രൈറ്റ്നസ് ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല. ടെലിസ്കോപ്പ് ഇല്ലാതെ വെറും കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും ഓറിയൻ കോൺസ്റ്റലേഷനിൽ ബീറ്റിൽ ജ്യൂസ് മങ്ങിപ്പോയത് കാണാമായിരുന്നു. ഇത് ശാസ്ത്രലോകത്ത് വലിയൊരു അലാറം മുഴക്കി. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം ഇത്രയധികം കുറയുന്നത് അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷണമാകാം. ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ പിഴവ് പറ്റുന്നത്. നമ്മൾ ചിന്തിച്ചത് ഇതാണ്: നക്ഷത്രത്തിൻ്റെ വെളിച്ചം കുറഞ്ഞു, അതിനർത്ഥം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം കുറഞ്ഞു എന്നാണ്. എന്നാൽ ആസ്ട്രോണമിയിൽ ആ യുക്തി എപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ ഭൂമിയിൽ ഇരുന്ന് കാണുന്നത് നക്ഷത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് മാത്രമാണ്, അല്ലാതെ അതിൻ്റെ ലൂമിനോസിറ്റി, അതായത് യഥാർത്ഥ ഊർജ്ജമല്ല. ശാസ്ത്രജ്ഞർ ബീറ്റിൽ ജ്യൂസിനെ ഒരു സോളിഡ് ഒബ്ജക്റ്റ് പോലെ കണക്കാക്കി. എന്നാൽ റെഡ് സൂപ്പർ ജെയിൻ്റ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഇതൊരു തിളച്ചു മറയുന്ന സമുദ്രം പോലെയാണ്. ഇതിൻ്റെ ഉപരിതലത്തിൽ ഭീമാകാരമായ വായു കുമിളകൾ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ കോറിൽ ഒന്നും സംഭവിക്കാതെ തന്നെ അതിൻ്റെ ഉപരിതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മൾ കണ്ട ആ മങ്ങൽ ഒരു സർഫസ് ലെവൽ സിഗ്നൽ മാത്രമായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ നക്ഷത്രത്തിൻ്റെ അന്ത്യമായി തെറ്റിദ്ധരിച്ചു. പിന്നീട് നടന്ന വിശദമായ നിരീക്ഷണങ്ങളിൽ യഥാർത്ഥ കാരണം കണ്ടെത്തി. അവിടെ സംഭവിച്ചത് ഒരു സർഫസ് മാസ് ഇജക്ഷൻ ആയിരുന്നു. നക്ഷത്രത്തിനുള്ളിലെ ശരിയായ മർദ്ദവും വിറയലും കാരണം അതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭീമാകാരമായ രീതിയിൽ ഒരു പ്ലാസ്മ ഇജക്ഷൻ പുറത്തേക്ക് തെറിച്ചു പോവുകയുണ്ടായി. ബഹിരാകാശത്തേക്ക് എത്തിയപ്പോൾ ഈ പ്ലാസ്മയ്ക്ക് എന്ത് സംഭവിച്ചു? അത് തണുത്തുറഞ്ഞു. ഇവിടെയാണ് ഫിസിക്സ് പ്രവർത്തിക്കുന്നത്. വാതകങ്ങൾ തണുക്കുമ്പോൾ അത് ഘനീഭവിച്ച് പൊടിപടലങ്ങളായി മാറും. ഈ പൊടിപടലങ്ങൾ ബീറ്റിൽ ജ്യൂസിനും ഭൂമിക്കുമിടയിൽ ഒരു വലിയ മേഘം പോലെ രൂപപ്പെട്ടു. പൊടിപടലങ്ങൾ വെളിച്ചത്തെ നശിപ്പിക്കില്ല, അത് വെളിച്ചത്തെ മറയ്ക്കും. ഫലത്തിൽ സംഭവിച്ചത് ഇതാണ്: നമ്മുടെ കാഴ്ചയിൽ നക്ഷത്രം മങ്ങിപ്പോയി. പക്ഷേ യഥാർത്ഥത്തിൽ നക്ഷത്രത്തിനുള്ളിലെ ഊർജ്ജം കുറഞ്ഞിരുന്നില്ല. നക്ഷത്രം ചുരുങ്ങിയില്ല, സൂപ്പർനോവ ഘട്ടത്തിലേക്ക് കടന്നുമില്ല. ആലങ്കാരികമായി പറഞ്ഞാൽ സ്വന്തം തുമ്മലിലുണ്ടായ പൊടിപടലങ്ങൾക്കിടയിൽ അത് ഒളിച്ചിരുന്നതാണ്. ഇതൊരു ഊഹം മാത്രമാണോ? അല്ല, ശാസ്ത്രജ്ഞർ ഇത് പല വഴികളിലൂടെ സ്ഥിരീകരിച്ചു. ആദ്യത്തേത് സ്പെക്ട്രോസ്കോപ്പിയാണ്. നക്ഷത്രത്തിൻ്റെ രാസഘടന പരിശോധിച്ചപ്പോൾ അതിൻ്റെ കോർ ഇപ്പോഴും പഴയതുപോലെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ന്യൂട്രിനോസ്. ഒരു നക്ഷത്രം മരിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഭീമമായ അളവിൽ ന്യൂട്രിനോകൾ പുറത്തു വരുമായിരുന്നു. പക്ഷേ ഡിറ്റക്ടറുകളിൽ അസാധാരണമായ ഒന്നും കണ്ടില്ല. ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻ. സാധാരണ വെളിച്ചത്തിന് കാണാൻ കഴിയാത്ത പൊടിപടലങ്ങളെ ഇൻഫ്രാറെഡ് തരംഗങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ അവർ കണ്ടത് അത്ഭുതകരമായ കാഴ്ചയാണ്. നക്ഷത്രത്തിൽ നിന്ന് അകന്നു മാറിയ പുതിയ പൊടിപടലങ്ങളെ അവർ നേരിട്ട് കണ്ടു. ഈ കേസ് അവിടെ അവസാനിക്കുന്നില്ല. 2025-2026 കാലഘട്ടത്തിൽ പുറത്തു വന്ന പഠനങ്ങൾ ഈ കഥയിൽ ഒരു നിർണായകമായ കഥാപാത്രത്തെ കൂടി വെളിച്ചത്ത് കൊണ്ടുവന്നു. ശാസ്ത്രജ്ഞർ ഒരു കാര്യം ശ്രദ്ധിച്ചു: ബീറ്റിൽ ജ്യൂസിൻ്റെ വെളിച്ചം കുറയുന്നത് വെറുതെ തോന്നുന്ന സമയത്തല്ല, അതിനൊരു കൃത്യമായ താളമുണ്ട്. ഏകദേശം 6 വർഷത്തിലൊരിക്കൽ, അതായത് ഏകദേശം 2170 ദിവസങ്ങൾ കൂടുമ്പോൾ ഈ നക്ഷത്രം മങ്ങുന്നുണ്ട്. ഇത്ര കൃത്യമായൊരു പൾസ് വരണമെങ്കിൽ അവിടെ മറ്റെന്തോ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണ് ഈ നിഗമനത്തിലെത്തിയത്. അവിടെ ബീറ്റിൽ ജ്യൂസ് ഒറ്റയ്ക്കല്ല, അവിടെ ഒരു കമ്പാനിയൻ സ്റ്റാർ ഉണ്ട്.
ഇപ്പോൾ ഇതൊരു തിയറി മാത്രമല്ല. ജാനുവരി 2026 പുറത്തു വന്ന ഹബിൾ ടെലിസ്കോപ്പിൻ്റെ പുതിയ ചിത്രങ്ങൾ ആ സൈലന്റ് പാർട്ട്ണറിനെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര് സിവാഹ എന്നാണ്. അറബിയിൽ അവളുടെ വള, ഹെയർ ബ്രേസ്ലെറ്റ് എന്നാണ് ഇതിനർത്ഥം. കൈപ്പത്തിയായ ബീറ്റിൽ ജ്യൂസിനെ ചുറ്റി നടക്കുന്ന വള. ഇതിനെ കണ്ടെത്തിയത് വളരെ വിചിത്രമായ ഒരു രീതിയിലാണ്. ഒരു വള്ളം വെള്ളത്തിലൂടെ പോകുമ്പോൾ പിന്നിൽ ഓളങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ ബീറ്റിൽ ജ്യൂസിൻ്റെ അതിവിശാലമായ അന്തരീക്ഷത്തിലൂടെ സിവാഹ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ഗ്യാസ് ട്രെയിൽ രൂപപ്പെടുന്നുണ്ട്. ഈ ഓളങ്ങളാണ് ഹബിൾ കണ്ടെത്തിയത്. പക്ഷേ ഇതൊരു സന്തോഷ വാർത്തയല്ല. സിവാഹയുടെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ബീറ്റിൽ ജ്യൂസിൻ്റെ അന്തരീക്ഷം അതിനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. കണക്കുകൾ പ്രകാരം അടുത്ത 10,000 വർഷത്തിനുള്ളിൽ സിവാഹയെ ബീറ്റിൽ ജ്യൂസ് വിഴുങ്ങിക്കളയും. നമ്മൾ കാണുന്നത് 2 നക്ഷത്രങ്ങളുടെ സ്നേഹമല്ല, മറിച്ച് ഒരു കോസ്മിക് കാനബലിസത്തിന് തൊട്ട് മുമ്പുള്ള കാഴ്ചയാണ്. അപ്പോൾ ബീറ്റിൽ ജ്യൂസ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ? ശാസ്ത്രം പറയുന്നത് വളരെ കൃത്യമാണ്. ബീറ്റിൽ ജ്യൂസ് എന്നെങ്കിലും പൊട്ടിത്തെറിക്കും. പക്ഷേ അത് ഇന്നോ നാളെയോ അല്ല. അത് സംഭവിക്കാൻ ഇനിയും 10,000-കണക്കിന് വർഷങ്ങളെടുത്തേക്കാം. ആദ്യമുണ്ടായ പേടി ആ സർഫസ് സിഗ്നലിനെ ഫൈനൽ സിഗ്നലായി തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. ആ തെറ്റ് ശാസ്ത്രം തിരുത്തി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു അസാധാരണ സംഭവമായിരുന്നില്ല. ഒരു റെഡ് സൂപ്പർ ജെയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിറയലും മാസ് നഷ്ടപ്പെടലും വളരെ സാധാരണമായ കാര്യങ്ങളാണ്. നമ്മളതിൻ്റെ സ്വാഭാവികമായൊരു പെരുമാറ്റത്തെ മരണത്തിൻ്റെ ലക്ഷണമായി തെറ്റിദ്ധരിച്ചു. ശരിക്കും ബീറ്റിൽ ജ്യൂസ് ഇപ്പോൾ പൊട്ടിത്തെറിക്കില്ല എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ വലിയ സൂപ്പർനോവ കാണാൻ പറ്റാത്തതിലുള്ള നിരാശയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. പ്രപഞ്ചത്തിലെ ഇത്തരം വലിയ കേസ് ഡയറികൾ ഇനിയും പരിശോധിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ഇൻഫോ ടൈം, സൈനിങ് ഓഫ്.